എന്തു പറ്റി? എന്താ ഇങ്ങനെ? ഒന്നുമില്ല ശിവാനി. നീ എന്തോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അതിതായിരുന്നോ? അതിത് തന്നെ. അല്ല അത് നമുക്ക് ഉടനെ അമ്പലത്തിൽ പോണം. വേഗം തയ്യാറാവ്. ഞാൻ റെഡി ആയിട്ട് വരാം. വേഗം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഈശ്വര? എന്താ എനിക്കൊന്നും ഓർമ്മ വരാത്തത്? എനിക്ക് ഇതിന് മാത്രം മറവിയാണോ? അല്ല മുതലാളി, എല്ലാം അവസാന നിമിഷം കൈവിട്ട് പോയല്ലോ. ഒന്നും കൈവിട്ട് പോയിട്ടില്ല നന്ദീശ. നമ്മുടെ കയ്യിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. എന്നാലും നമ്മളൊന്ന് കൈ നീട്ടിയാൽ കിട്ടാവുന്ന ദൂരത്തിൽ തന്നെയാണത്. മുതലാളി പറഞ്ഞു വരുന്നത് നമുക്ക് നാഗമാണിക്യം വിഴുങ്ങിയ നാഗറാണി എവിടെയാണുള്ളതെന്ന് ബാബയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന നിമിഷം ആ നാഗറാണിയെ കൊന്ന് നാഗമാണിക്യം ഞാൻ സ്വന്തമാക്കിയിരിക്കും. ആ ശക്തിയും ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതോടുകൂടി ഞാൻ മൃത്യുഞ്ജയനാവും. പിന്നെ എന്ത് ചോദിച്ചാലും തരാനുള്ള ശക്തി എന്നിൽ ഉണ്ടാവുകയും ചെയ്യും. അല്ല മുതലാളി, നാഗറാണി ആരാണെന്ന് ബാബയ്ക്ക് മനസ്സിലായെങ്കിൽ ബാബ അത് മുതലാളിയോടും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ആരാത്? ആ ഒരു ചോദ്യം മാത്രം നീ എന്നോട് ചോദിക്കരുത് നന്ദീശ. അത് നിന്നോട് പറയാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. നാഗമാണിക്യം എന്റെ കയ്യിലേക്കൊന്ന് കിട്ടിക്കോട്ടെ. അതോടെ നിനക്കെല്ലാം മനസ്സിലാവും നന്ദീശ. കള്ളമാണ് ഇയാൾ പറയുന്നത്. ഇയാൾക്ക് എല്ലാം അറിയാം. അതാണ് ഇയാളെല്ലാം വിളിച്ചു വയ്ക്കുന്നത്. തൃശൂർ, എനിക്ക് എന്ത് സന്തോഷം തോന്നണമെന്നറിയോ? ഒരുപാട് ദിവസത്തിന് ശേഷം എനിക്ക് ഇന്നാണ് ഇത്രയും സന്തോഷം തോന്നുന്നത്. പറഞ്ഞറിയിക്കാൻ വാക്കുകളേ ഇല്ല. എനിക്ക് അങ്ങനെ തന്നെ ശിവാനി. എന്റെ മനസ്സിലുള്ളത് നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൃശൂർ. എനിക്ക് നിന്റെ പ്രണയവും മനസ്സിലാവും, നിന്റെ മനസ്സിനുള്ളിലെ വാക്കുകളും മനസ്സിലാവും. മനസ്സിനുള്ളിൽ ഉത്സവം നടക്കുമ്പോൾ ആർക്കാ സന്തോഷം തോന്നാത്തത്? ഞാൻ പ്രദക്ഷിണം നടത്തിയിട്ട് വരാം. എനിക്ക് സന്തോഷം തോന്നുന്നില്ല ശിവാനി. മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ. നിന്നോടൊപ്പം സന്തോഷമായിട്ട് ചെലവിട്ട ഓർമ്മകൾ എന്റെ ഓർമ്മയിൽ തന്നെയില്ല. എന്റെ ജീവിതത്തിൽ മറവി ഒരു ശത്രുവിനെ പോലെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക? ഈശ്വര, അങ്ങനെ രക്ഷിക്കണം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒന്നിനു മേലെ ഒന്നായിട്ട് 1000 ചോദ്യങ്ങൾ വരുന്നത്? എന്റെ ശിവാനിക്കുണ്ടാവുന്ന സന്തോഷം എനിക്ക് എന്തുകൊണ്ടാണ് വിഷമായിട്ട് തോന്നുന്നത്? എന്നോട് എന്തിനാ ഈശ്വര ഇങ്ങനെയൊക്കെ? പരമേശ്വര, ഞാൻ ഒരുപാട് സന്തോഷത്തിലാ. ഈ സന്തോഷം എന്റെ ഒപ്പം എന്നും ഉണ്ടാകാൻ ആശീർവദിച്ചാലും ദേവ. ചെയ്യേണ്ട കാര്യങ്ങൾ താമസിക്കും തോറും ലക്ഷ്യം നേടാനും താമസമെടുക്കും. ഞാൻ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം ചെയ്തേ പറ്റൂ. അതെ, നിങ്ങൾ ആരെയും നോക്കുന്നേ? തൃശൂലും ശിവാനി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ, വരുന്നുണ്ട്. തൃശൂൽ, ശിവാനി ഇനി വന്നേ. ഞാന് ഗുരുക്കളുടെ അടുത്ത് പോയി ഞാൻ മുത്തശ്ശനാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം... എന്താണ്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നം? പ്രശ്നങ്ങളുണ്ട്. അതിന് പരിഹാരവും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പരിഹാരമാ പറഞ്ഞത്? എന്തെങ്കിലും നേർച്ച വല്ലതും കഴിക്കണോ? നേർച്ച ഒന്നും ചെയ്യണ്ട. തൃശൂലും ശിവാനിയും കൂടെ പോയി
നമ്മുടെ കുലദൈവത്തിന് പൂജ ചെയ്യണോ അത്രേ. അതോടെ എല്ലാം ശരിയായിക്കോളും. നാളെ തന്നെ പൊയ്ക്കോളാനാ പറഞ്ഞത്. അതെങ്ങനെയാ ശരിയാവുന്നത്? ഈ സമയത്ത് ഇവരെ എങ്ങനെ വിടാനാ? ആ അമ്പലമാണെങ്കിലോ കാട്ടിലെ മലയുടെ മുകളിലാ. ഇവള് ഗർഭിണിയും. നടന്നു വേണം ആ കാട്ടിലൂടെ അവിടെ എത്താൻ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് വരാം. അതെ അതെ, നമ്മൾ ഈ കഴിക്കാനുള്ള സാധനങ്ങളെ പാല്, പഴം, ജ്യൂസ് ഇതെല്ലാം തിന്നുകൊണ്ട് മല കയറിയ അവിടെ എത്തുന്നതേ അറിയത്തില്ല. അതെ അതെ, നമുക്കെല്ലാവർക്കും കൂടി പോയിട്ട് വരാം. ഹേയ്, അങ്ങനെയൊന്നും പറ്റില്ല. ഭാര്യയും ഭർത്താവും കൂടെ തനിച്ചു പോയി പൂജ ചെയ്യണമെന്നാ ബാബ പറഞ്ഞത്. എന്നാലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നന്മയുണ്ടാവും. നമ്മുടെ വീട്ടില് അതിനുശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നും ബാബ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ വേണമെങ്കിൽ സ്വാമികളോടൊന്ന് സംസാരിച്ചു നോക്കാം. അതെന്താ? ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിനക്ക് അത്ര വിശ്വാസം വരുന്നില്ലേ? തൃശൂൽ, ശിവാനി, നാളെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി പൂജ ചെയ്തോളൂ. നാഗമാത, ഒരു സന്തോഷമുള്ള വാർത്തയുണ്ട്. നിങ്ങളുടെ മകൻ ആദിശേഷന്റെ തലമുറ ഇപ്പോ എന്റെ ഉദരത്തിൽ വളരുന്നുണ്ട്. നാഗലോകത്തിന്റെ അധിപതി, നാഗലോകത്തിന്റെ യുവരാജാവ് ഇവിടെ വളരുന്നുണ്ട് നാഗമാത. എന്താണ് നാഗമാത, ഇതുപോലൊരു സന്തോഷ വാർത്ത പറഞ്ഞിട്ടും നിങ്ങൾക്ക് സന്തോഷമേ ഇല്ലാത്ത പോലെ? എന്റെ മകൻ ആദിശേഷന് കുഞ്ഞുണ്ടാകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ സന്തോഷത്തിന്റെ പിറകിൽ ഒരു സങ്കടമുണ്ട്. ആ സങ്കടം നിനക്ക് ദോഷമായി വരും. മതേ, നിങ്ങള് പറഞ്ഞു വരുന്നത് വാസ്തവം തന്നെ. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ഇത്ര എളുപ്പത്തിൽ ഉണ്ടായിരിക്കുന്നത് നീ വിഴുങ്ങിയ ആ നാഗമാണിക്യത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. ആ കാരണത്താൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ശിവാനി. അല്ല നാഗമാത. അതെ ശിവാനി, ഇപ്പൊ നിന്റെ വയറ്റിൽ കുഞ്ഞിനോടൊപ്പം നാഗമാണിക്യവുമുണ്ട്. അത് കാരണം ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. എന്തുകൊണ്ട് നാഗമാത എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എനിക്കുണ്ടാവാൻ പോകുന്ന കഷ്ടങ്ങൾ എന്താണെങ്കിലും പറയൂ. ഇതെല്ലാം ചീത്ത സമയമാണ് ശിവാനി. നിന്റെ എടുത്തുചാട്ടം കൊണ്ട് നാഗരാജാവിന്റെ വയറ്റിലെത്തേണ്ടിയിരുന്ന ആ നാഗമാണിക്യം നീ വിഴുങ്ങിക്കളഞ്ഞല്ലോ. അതിന്റെ മാറ്റങ്ങളാണിതൊക്കെ. നാഗമാണിക്യത്തോടൊപ്പം കുഞ്ഞിനെയും പേര് നടക്കുന്ന നിനക്ക് അപായം എന്നത് ഏത് സന്ദർഭത്തിൽ എപ്പോൾ വരുമെന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയില്ല ശിവാനി. ശ്രദ്ധ വേണം മകളെ. ഈ ക്ഷണം മുതൽ ആദിശേഷന്റെ രക്ഷയും കുഞ്ഞിന്റെ പാലനവും നാഗമാണിക്യത്തിന്റെ രക്ഷയും അതെല്ലാം നിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ്. ഈ സമയത്ത് നിന്റെ പ്രാണാപായം ഉണ്ടായാൽ നിനക്കൊപ്പം തന്നെ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ആദിശേഷൻ, നാഗമാണിക്യം എല്ലാം നാശമായി തീരും. ശത്രുക്കളുടെ കണ്ണ് നിന്റെ മേൽ വീണു കഴിഞ്ഞു. നീ എത്ര തന്നെ ശക്തിയുള്ളവളാണെങ്കിലും ആ ദുഷ്ടമനുഷ്യരുടെ ചതിയിൽ നീ ബന്ധിതയായി തീരും. സൂക്ഷിച്ചോളൂ. ഹായ് തൃശൂൽ. അമ്മനെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? എന്താച്ചാ ഇങ്ങനൊരു ചോദ്യം ഇപ്പൊ ചോദിക്കുന്നേ? സാഹചര്യം കൊണ്ട് ചോദിച്ചു പോയതാ മോനെ. അല്ല, ഈ ശിവാനിയുടെ വീട്ടുകാര് ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? മോനെ, നാട്ടുകാർ 100 ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ഫോറിനിന്നാണ് നിന്റെ മരുമകളെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അവരുടെ ബന്ധുക്കളെ ഒന്ന് പരിചയപ്പെടുത്തി പോലും ഇല്ലല്ലോ. ഞാൻ എന്താ അവരോട് പറയാ? അവരുമായിട്ട് ഇതുവരെ ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ? ഡാ, നീ എങ്കിലും ഈ കാര്യം ശിവാനിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മകള് പ്രഗ്നന്റാ. ഇപ്പോഴെങ്കിലും അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടൊന്നും വന്നില്ല എന്ന് പറഞ്ഞ നീ ഒരു കാര്യം ചെയ്യ്. ഈ കാര്യത്തെക്കുറിച്ച് അവളോടൊന്ന് സംസാരിക്കും. അച്ഛാ,
ശിവാനിയോട് ഞാൻ പറയാം. അവളോട് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും വിളിപ്പിക്കാം. അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞിട്ട് നമുക്കും അവർക്കും പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവാനിക്കല്ലേ വിഷമം ഉണ്ടാവുക. അച്ഛാ, ഇപ്പൊ അവള് ഒരു അമ്മയാവാൻ പോവല്ലേ. ഈ സമയത്ത് അവള് സന്തോഷമായിട്ടിരിക്കണ്ടേ. ഇപ്പൊ അവളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കാന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല, ശരിയല്ലേ? ഒപ്പമുള്ളവരെ നന്നായിട്ട് നോക്കണം, വരാത്തവർ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ വരട്ടെ, വരാതിരിക്കട്ടെ, എന്തൊക്കെയായാലും അവളെ ഞാൻ പൊന്നുപോലെ നോക്കും. അവളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഒന്ന് മാറ്റിയെടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവനിപ്പോ അവൾക്ക് വേണ്ടി വാദിക്കുക. നാളെ അവളുടെ ആൾക്കാർ വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യുമോ? അത് നടക്കാൻ വഴിയില്ല. ഹലോ വീണ, നീയോ? ഞാൻ തന്നെ. അല്ല സർ, കാറിന്റെ ഹോൺ എത്ര നേരമായിട്ട് അടിച്ചിട്ട് ഒരു മൈൻഡ് പോലും ഇല്ലല്ലോ. ആ ശരിയാ, ഞാൻ പറഞ്ഞതെന്താണ്, നിങ്ങൾ ചെയ്തതെന്താണ്? അല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേട്ടനെയും പരിചയപ്പെടുത്തി പൂജ കഴിഞ്ഞ് നൈസായിട്ട് ചേട്ടന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ ആ സമയം നോക്കി എന്താ പോയി കളഞ്ഞേ? അല്ല, അത് പൂജയിലിരുന്നപ്പോ വീട്ടുകാരെ ഓർമ്മ വന്നു, മനസ്സിന് വിഷമമായി, അതുകൊണ്ടാ ഇങ്ങ് പോന്നേ. നിന്റെ വിഷമമൊക്കെ മാറാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെ. അവിടെയും വിഷമായെന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? അല്ല വീണ, അത് പിന്നെ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്താണെന്നറിയോ? അത് നിന്റെയും കൂടെ വീടായതുകൊണ്ടല്ലേ. ഇപ്പൊ എന്റെ വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം അവതരിപ്പിച്ച എല്ലാരും നല്ല മനസ്സോടെ തന്നെ നമ്മുടെ കാര്യം അംഗീകരിക്കും. എന്നാ കഴിക്ക്. അല്ല സ്വീറ്റ്. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? നീ എടുത്തോ. നീ ഒരു അങ്കിളാവാൻ പോവാ. എന്നുവെച്ചാ? അതെന്താ മനസ്സിലായില്ലേ? എന്റെ ചേട്ടൻ അച്ഛനാവാൻ പോവാന്ന്. എടാ പൊട്ടാ, ഇപ്പഴും നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ഏട്ടത്തി പ്രഗ്നന്റ് ആന്ന്. കഴിക്കേ. എന്റെ വീട് മുഴുവൻ ആഘോഷത്തിലാ. ഇനി നീയും കൂടെ വന്നാ അത് ഉറപ്പായിട്ടും ഇരട്ടിക്കേ ഉള്ളൂ. അയ്യോ, ഇതുവരെ നീ ഇത് കഴിച്ചില്ലേ? കഴിക്കേ. എനിക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ, ഇപ്പൊ വേണ്ട. എന്റെ ലോകത്തുള്ളവർ എപ്പോ വേണേലും വന്നേക്കാം. ഞാൻ കാരണം നിങ്ങളുടെ വീട്ടിലെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല. പിന്നീട് ഒരിക്കൽ വരാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി ഒരിക്കലും ഇങ്ങനെ പറയല്ലോ, കേട്ടല്ലോ? നമുക്ക് കുഞ്ഞുണ്ടാവുമെന്ന് നീ വിചാരിച്ചായിരുന്നോ? അന്ന് നമുക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു. തൃശൂൽ, നീ എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല, എന്തൊക്കെ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കണ്ടെന്നൊരു പിടിയില്ല. സാരല്ല, ചോദിക്കേ. എന്റെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളൊന്നും എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ലല്ലോ ശിവാനി. അതെ അതിശേഷ, ഓർമ്മ വരാത്തതാണ് നിന്റെ പ്രശ്നം. അതെപ്പോ ശരിയാവോ എന്തോ? അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സംശയം, എന്റെ ചോദ്യങ്ങൾ, അതൊന്നും തന്നെ എന്നെ ശിവാനിയോടത്ത് സന്തോഷമായിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? നാളെ അമ്പലത്തിലെങ്കിലും എന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കൂ. ഈശ്വര, എന്തുകൊണ്ട് ഈ സംശയങ്ങൾക്കൊന്നും പരിഹാരം ലഭിക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇന്ന് കുടുംബക്ഷേത്രത്തില് പൂജയ്ക്കായിട്ട് പോവാ. അവിടെയെങ്കിലും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കൂ. എനിക്കെല്ലാത്തിനും ഒരു പരിഹാരം തരൂ. ഇന്ന് തൃശൂലിന് പൂർവ്വജന്മത്തിലെ എല്ലാ ഓർമ്മ വരാൻ സഹായം ചെയ്യൂ ഭഗവാനെ. ആ ഓർമ്മകൾക്ക് മാത്രമേ എല്ലാം ശരിയാക്കാൻ സാധിക്കുള്ളൂ. രണ്ടാൾക്ക് നല്ലത് വരട്ടെ. പോയിട്ട് വരാം. അയ്യോ മോനെ, എല്ലാരും ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അയ്യോ ഒന്ന് വെറുതെ വിട്. അളിയനാണെങ്കിൽ ഇവര് മാത്രം പോയാൽ മതി എന്ന് പറയുകയും ചെയ്തു. ശരി, നിങ്ങൾ ചെല്ല്.
ബൈ വീണേ. വരട്ടെ അമ്മേ. തൃശൂൽ, ആ അമ്പലത്തിലേക്ക് നടന്നു പോകുന്നത് തന്നെ വളരെ കഷ്ടമാണ്. അതാണെങ്കിൽ കാട്ടിനുള്ളിൽ മലയുടെ മുകളിലും. അവിടെ പോയി വിളക്ക് കത്തിച്ച് പൂജ നടത്തണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചു പോയിട്ട് വരണം. ശരി അമ്മേ, ഞങ്ങൾ സൂക്ഷിച്ച് പോയിക്കോളാം. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട. പോയിട്ട് വരാം. ബൈ. ശിവാനി, ഇത് പിടിച്ചോ. പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ഇതെനിക്ക് നേരിട്ട് ചെയ്യാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാ ഞാൻ ഈ ഡീൽ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അവരേത് നാട്ടുകാർ വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ കൊണ്ട് ഈ കാര്യം നടന്നിരിക്കണം. ഞാൻ പറയുന്നവരുടെ പ്രാണൻ എടുക്കണം. അവരുടെ ശക്തിയുടെ കൂടെ എന്റെ ബുദ്ധിയും കൂടെ പ്രയോഗിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞവരുടെ പ്രാണൻ എടുക്കാൻ പറ്റൂ. അവരെ കൊണ്ട് ഈ കാര്യം സാധിക്കുമോ? അവർ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആണോ? ഷാർപ്പ് ഷൂട്ടേഴ്സ്, റെൻഡഡ് കില്ലേഴ്സ്, ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാ അനുഭവ സമ്പത്തുള്ളവരെ വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കേ ഇത് സാധിക്കും. അവരെ കൊണ്ട് പറ്റും. ഓരോരുത്തരും മറ്റൊരുവിനേക്കാൾ മികച്ച പോരാളികളാണ്. ആയുധങ്ങൾ അവർക്ക് കളിപ്പാട്ടങ്ങളാണ്. അവരുടെ രൂപം മനുഷ്യന്റെ ആണെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ മൃഗങ്ങളെക്കാൾ ശൗര്യമായിരിക്കും. അവർ വിശ്രമിക്കുന്നത് പോലും വവ്വാലുകളെ പോലെ തൂങ്ങിയാണ്. അതുകൊണ്ടവർ വളരെ അപകടകാരികളുമാണ്. അവർ ഒരു തവണ ആയുധമെടുത്താൽ പിന്നെ രക്തം കാണാതെ അടങ്ങില്ല. അവർ നടത്തിയ കൊലകൾക്ക് കയ്യും കണക്കുമില്ല. അതിന്റെയൊന്നും യാതൊരുവിധ തെളിവുകളും ബാക്കിയും വെച്ചിട്ടില്ല. മരിച്ചവർ എന്തിനു മരിച്ചു, എങ്ങനെ മരിച്ചുവെന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരാണവർ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിൽ വീട്ടുകാരെല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും എനിക്കെന്തുകൊണ്ടാണ് സന്തോഷം തോന്നാത്തത്? ജീവിതത്തിന് ജീവൻ വേണം. ജനിച്ചാലോ ജീവിതം തന്നെ ചോദ്യമാണ്. ജീവിക്കുമ്പോൾ മരണത്തെപ്പറ്റി ചോദ്യം, മരിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തെപ്പറ്റി ചോദ്യം. മൊത്തത്തിൽ ജനനം, മരണം, ജീവിതം, മോക്ഷം എല്ലാം ചോദ്യങ്ങൾ. എല്ലാത്തിനും ഉത്തരം നീ തന്നെ. ജയ് ഭോലേനാഥ്. നിന്റെ സംശയങ്ങൾ എനിക്ക് മനസ്സിലാവും തൃശൂർ. പൂർവ്വജന്മത്തിനും പുനർജന്മത്തിനും ഇടയിലുള്ളതിനെ പറ്റിയാണ് ആലോചന. എങ്ങോട്ട് പോകാൻ പറ്റാതെ, എവിടെ നിൽക്കാൻ സാധിക്കാതെ നീ കഷ്ടപ്പെടുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൃശൂർ. എത്രയും പെട്ടെന്ന് നിനക്ക് നീ തന്നെയാണ് ആദിശേഷനെന്ന് അറിയാതെ പോയാൽ പിന്നെ നിന്നെ എനിക്ക് കിട്ടില്ല. നാഗമാണിക്യവും നിനക്ക് ലഭിക്കില്ല. നീയാണ് ആദിശേഷനെന്ന സത്യം നിന്നെ മനസ്സിലാക്കിപ്പിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. മുതലാളിക്ക് നമസ്കാരം പറ. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. പറയൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കൊലപാതകം ചെയ്യണം. കൊലപാതകം നടത്തണമെന്ന് നമ്മളോട് പറയുന്നു. നിർത്ത്. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? മുതലാളി, ഞങ്ങൾ കൊലയല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. പറയൂ മുതലാളി, ആരെയാണ് ഞങ്ങൾ കൊല്ലേണ്ടത്? എന്റെ മകനും മരുമകളും കൂടി ക്ഷേത്രത്തിലേക്ക് വരും. നിങ്ങൾ എന്റെ മരുമകളെ കൊല്ലണം. അവരവിടേക്ക് വന്നാലുടൻ നിങ്ങൾ അവളെ അറ്റാക്ക് ചെയ്യണം. എന്റെ മകനൊരാപത്തും ഉണ്ടാവാൻ പാടില്ല. എന്റെ മകന് യാതൊരു സംശയവും വരാത്ത രീതിയിൽ എന്റെ മരുമകളെ കൊല്ലണം. കൊല്ലാം, ഞങ്ങൾ കൊല്ലാം. ഞങ്ങൾ തന്നെ ചെയ്യാം. മുതലാളി, ഇത് ഞങ്ങൾക്ക് വളരെ എളുപ്പമുള്ള കാര്യം. കേൾക്കുമ്പോ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ കാര്യത്തിലേക്ക് അടുത്ത് കഴിയുമ്പോ ഇത്തിരി പ്രയാസപ്പെടും നിങ്ങൾ. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് നിങ്ങൾ അപ്പം മനസ്സിലാക്കും.
മുതലാളി, ഈ വാളൊരു തവണ വീശിയാൽ കഴുത്തിനു മുകളിൽ തല കാണില്ല, അരിഞ്ഞെടുക്കും ഞങ്ങൾ. മനസ്സിലായോ മുതലാളിക്ക്? വെറും നിങ്ങളുടെ ഈ ആയുധങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ കൂടെ എന്റെ ബുദ്ധിയും കൂടി വേണം. മുതലാളി, ഞങ്ങൾക്കൊരാളെ കൊല്ലുവാൻ വേണ്ടി ഈ ആയുധം പോലും വേണ്ട, ഞങ്ങളുടെ കൈകൾ തന്നെ ധാരാളം. അതിന്റെ കൂടെ എന്റെ ബുദ്ധിയും കൂടി വേണം. അതെന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കുക.